നമസ്കാരം. തെക്കുവടക്കിലൊക്കെ വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രിയും NDAയുടെ BJPയുടെ നേതാവായ ശ്രീ നരേന്ദ്രമോദി കേരളത്തിലെത്തുകയും അദ്ദേഹം 2 ഇലക്ഷൻ റാലികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. പക്ഷേ ബാക്കി എല്ലായിടത്തും ചില വികസന പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ വലിയ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്യാറുണ്ട്. കേരളത്തിൽ അത് നടന്നിട്ടില്ല. മാത്രവുമല്ല, കേരളത്തിലെ LDFനെയും കോൺഗ്രസിനെയും ഒരേ നാണയത്തിൽ അവരുടെ BJPയുടെ തീം തന്നെ ഏതാണല്ലോ, പ്രചാരണ തീം. അതായത് അവർ രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. എന്താ അവർ സമ്മതിക്കുന്നില്ലെങ്കിലും BJP അത് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നിയത് അത് കേരളത്തിൻ്റെ സമ്പദ്ഘടന വഷളാകാൻ കാരണം ഈ 2 കൂട്ടരും സമ്പദ്ഘടനയെ കൊള്ളയടിക്കുന്നു എന്നുള്ളൊരു വിചിത്രമായ വാദമുഖം നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, എനിക്ക് തോന്നിയത് അദ്ദേഹം തൻ്റെ വടക്കേ ഇന്ത്യയിൽ കാണിക്കുന്ന ടിപ്പിക്കൽ ഹിന്ദു മുസ്ലിം കാർഡ് കേരളത്തിൽ ഇറക്കിയില്ല എന്നുള്ളൊരു പുതുമയുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതായത് കേരളത്തിൽ മോഡി ഒരു BJPയുടെ സൗമ്യ മുഖമാണോ കാണിക്കുന്നത്? വികസിത ഭാരതം എന്നുള്ള മുഖം മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നൊരു പ്രത്യേകതയില്ലേ ഇവിടെ? ഈ ശരിയാണ് ചെറിയ ഈ റൗണ്ടിൽ, അതായത് ഇന്നലെ നടന്ന അദ്ദേഹത്തിന്റെ വരവിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ്. വർഗീയമായ വലിയ പ്രചരണത്തിന് അദ്ദേഹം മുതിർന്നിട്ടില്ല. കാരണം സ്ഥിരം കേരളത്തിൽ വന്നു പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ്, മാവോയിസ്റ്റ് എന്നൊക്കെ രീതിയിലുള്ള അത്തരത്തിലുള്ള പ്രചരണങ്ങൾ പോലും ഇത്തവണ പാലക്കാട് അദ്ദേഹത്തിന്റെ റാലിയിൽ ഉണ്ടായില്ല. പിന്നെ തൃശ്ശൂര് അദ്ദേഹം അഭിസംബോധന ചെയ്തില്ല. അദ്ദേഹം ഒരു റോഡ് ഷോ മാത്രമാണ് നടത്തിയത്. പാലക്കാട് വെച്ച് നടത്തിയ പ്രചരണത്തിൽ ഈ താങ്കൾ പറയുന്ന ഈ മുഖ്യമായി അദ്ദേഹം ഉന്നയിച്ചത് കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സമ്പത്തെന്ന്. പക്ഷെ അതിലൊരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമുണ്ട്. കാരണം എങ്ങനെയാണ് UDF കൊള്ളയടിക്കുക? അത്ഭുതകരമായിരിക്കുന്നു. UDF എങ്ങനെയാണ് കേന്ദ്ര കൊള്ളയടിക്കുന്ന? 2014 ഇദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ കേരളത്തിൽ LDF മന്ത്രിസഭ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തികച്ചും ഇദ്ദേഹത്തിന്റെ ഒരു നിലവാരം അദ്ദേഹം എഴുതി കൊടുക്കുന്നതാണെങ്കിൽ പോലും ഇവരെ കേന്ദ്രത്തിന്റെ സ്വത്തുക്കളെല്ലാം സർക്കാരിന്റെ എല്ലാം UDFും LDFും കൊള്ളയടിച്ചു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചരിത്രത്തിന്റെ ഒരു ചെറിയ സമകാലിക ചരിത്രം, അതിൽ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ചരിത്രം പോലും മറന്നിട്ടുള്ള ഒരു പരമ പരിഹാസ്യമായ ഒരു ഇതായിരുന്നു അതിന്റെ കാര്യം. പിന്നെ കൊള്ളയടിക്കുന്നതിന്റെ കണക്കുകൾ ഒന്നും അദ്ദേഹം പറഞ്ഞുമില്ല. എനിക്കത് ഉറപ്പുണ്ട്. ഈ 2 UDFും LDFും ഈ ദിവസങ്ങളിൽ, ഇന്ന് രാഹുൽ ഗാന്ധി, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് സോണിയാഗാന്ധിയുടെ അസുഖം മൂലം കഴിഞ്ഞ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ താങ്കൾ പറയുന്നത് പോലെ ഇവിടെ ദേശീയ രാഷ്ട്രീയം ആദ്യമായി ഇവിടെ പ്രചരണത്തിൽ വരുമ്പോൾ ശ്രീ നരേന്ദ്രമോദി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ഒരു സാമ്പത്തിക കാര്യങ്ങളാണ്. ഇനി അറിഞ്ഞുകൂടെ, അദ്ദേഹം 2 തവണ കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം ഇനി വരാൻ പോകുന്നത് കോട്ടയം പാലാ ഭാഗത്തേക്കാണ്. അത് വളരെ വളരെ പ്രധാനമാണ്. കാരണം താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്, കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ആകെ അഫക്റ്റ് ചെയ്യുന്ന വിദേശ സംഭാവന നിയന്ത്രണ ബിൽ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് BJPയോട് ഉണ്ടായിരുന്ന അനുഭാവം ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇത് താങ്കൾ എൻ്റെ ഒരു വെറുമൊരു ഊഹമല്ല. കാരണം ഇത്തരമൊരു നിയമത്തിന്, അതായത് കാരുണ്യ പ്രവർത്തനത്തിന് ആഗോള സഹായമില്ല എന്ന ക്രിസ്തീയ വിരുദ്ധമായ ഈ നടപടിക്ക് ശേഷം അദ്ദേഹത്തിന് എത്ര മന്ത്രിമാരെ ക്രിസ്ത്യാനികളെ ക്യാബിനറ്റിൽ എടുത്താലും, എന്തെല്ലാം പള്ളിയിൽ പോയി പെരുന്നാളിന് കുരിശോല പിടിച്ചാലും സുരേഷ് ഗോപി, അദ്ദേഹത്തിന് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള വോട്ട് കുത്തനെ ഇടിയാൻ പോവുകയാണ്. ഇനി ഒരു തൃശ്ശൂർ കേരളത്തിൽ ആവർത്തിക്കുകയില്ല എന്ന് എൻ്റെ അനുഭവം പറയുന്നു, എൻ്റെ രാഷ്ട്രീയം പറയുന്നു. ഇത് ഏറ്റവും
കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് അല്പമെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ ഇത്തരം ഒരു നിയമനിർമ്മാണത്തിന് മോഡിയും സംഘവും RSSഉം പുറപ്പെടുകയില്ലായിരുന്നു. അത് ഇരുന്ന ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ക്രിസ്മസ് സമയത്ത് VHPയും ബജരംഗദളും നോർത്ത് ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എതിരെ ഒരു പ്രകോപനവും ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ പ്രധാനമന്ത്രി മോഡി പാർലമെന്റിന്റെ തൊട്ടടുത്തുള്ള റിഡംഷൻ ചർച്ചിൽ പോയി അവിടുത്തെ ക്രിസ്മസ് കരോൾ സർവീസിൽ അറ്റൻഡ് ചെയ്തു. പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചു അദ്ദേഹം ക്യാമറ പ്രിയനാണ്, ഏനെങ്കിലും ഒരു ബൈറ്റ് കൊടുക്കും, ഇത് ഈ നടന്നത് ശരിയല്ല, ക്രിസ്ത്യൻ സമൂഹത്തോടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു, എന്തെങ്കിലും ഒരു ആശ്വാസ വചനം പറയാൻ വിചാരിച്ചു. അദ്ദേഹം മിണ്ടിയില്ല, ഒരു അക്ഷരം മിണ്ടിയില്ല. എനിക്ക് തോന്നുന്നത് FCRAയുടെ കാര്യത്തിലും BJPയുടെ ലോക്കൽ രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും വളരെ കൃത്യമായി അദ്ദേഹത്തോട് പറയിപ്പിച്ചില്ലെങ്കിൽ അത് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സർ. അല്ല ചെറിയാൻ, എനിക്ക് താങ്കൾ, പക്ഷെ അദ്ദേഹം പറയിപ്പിച്ചിട്ടും കാര്യമില്ല ചെറിയാൻ. ഇനി എന്തു പറഞ്ഞാലും കാര്യമില്ല, നിയമമായിരിക്കുന്നു. കേരളത്തിലെ പള്ളികളിൽ നിന്നുള്ള അതിന്റെ കുഞ്ഞാടുകൾക്കുള്ള സൗജന്യത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ്. ഇതിൽ പരം RSSന്റെ ഒരു ക്രിസ്ത്യൻ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും സിദ്ധാന്തത്തിന്റെയും തെളിവ് കേരളത്തിലെ നസ്രാണികൾക്ക് ഇല്ല, വേണ്ട. ഏത് അച്ഛൻ പറഞ്ഞാലും ഇനി അവർക്ക് ഭയവും നഷ്ടപ്പെടും. കാരണം ഇത്രയും കാലം ED റെയ്ഡും IBയും ഒക്കെ പേടിച്ചുകൊണ്ടാണ് ഈ തിരുമേനിമാർ ഇവരുടെ ഈ മോഡിയുടെ കാല് നക്കാൻ പുറപ്പെട്ടിരുന്നത്. ഇനി എന്തുകൊണ്ടും കാര്യമില്ല, അതുകൊണ്ടും കാര്യമില്ല. ഇവിടെ അതിലും വലിയ അപകടം, അതായത് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അതിന്റെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ കത്തിവെക്കുന്ന ഒരു യൂണിയൻ സർക്കാരിന് കേരളത്തിൽ ക്രിസ്ത്യൻ വിശ്വാസികളോട് വോട്ട് ചെയ്യാൻ പറയുക ഇടവക അച്ഛന് പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് നമ്മൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വേണ്ടത്രയും ഇത് എന്തുകൊണ്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വല്ലാതെ ആവർത്തിച്ചു പറയുന്നത്. ഇത് ക്ഷമിക്കണം, അതുകൊണ്ട് താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഇത് പണ്ട് ക്രിസ്തുമസിന് പള്ളി ആക്രമിക്കുന്നതിൽ അപ്പുറമാണ്. ക്രിസ്തുമസ് പള്ളി ആക്രമിക്കുന്ന പെന്തക്കോസ് പള്ളിയാണ്. ഇവിടെ സവർണ നസ്രാണിയുടെ വരവിന്റെ സ്രോതസ് അടയ്ക്കുകയാണ്. അല്ല, നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് സർ, കത്തോലിക്ക സഭയുടെ ഓൾ ഇന്ത്യ ഇത് സോഷ്യൽ സർവീസ് വിങ് ഉണ്ട്, കാസ, അവരാണ് BJP ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഐറണി അതാണ്. ഈ കാസക്കാരിനി എവിടെ, യു ആർ 100% റൈറ്റ്. കാസ ഇനി എങ്ങോട്ട് പോകും? കാസയുടെ പാനപാത്രത്തിൽ എന്താണ് ഇനി ഉള്ളത് കേരളത്തിൽ? കാസയാണല്ലോ വലിയ BJP RSS അനുകൂല പ്രചരണം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താണ് ഇനി പറയാനുള്ളത്? അതന്നെ, അവിടെയാണ്. മാത്രമല്ല, ഇവിടെ CBCയുടെ പ്രസ് കോൺഫറൻസ് ഇന്നലെ ഉണ്ടായിരുന്നു. അവർ വളരെ ശക്തമായി ഇത് മൈനോറിറ്റി വിരുദ്ധമാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി ഇത് എന്റെ ഒരു ഫീലിംഗ് ചെറിയാൻ, ഇത് UDFനെ സഹായിക്കും. ഈ നടപടി CPM നയിക്കുന്ന LDFനേക്കാൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ UDFനെ രണ്ടു വിധത്തിൽ സഹായിക്കും. ഒന്ന്, UDFിൽ നിന്ന് മാറി ഭയം കൊണ്ടും എന്തെങ്കിലും സൗജന്യം കിട്ടുമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം മെത്രാന്മാരും ഒരു വിഭാഗം വോട്ടർമാരും BJPയിലേക്ക് പോയത് തിരിച്ചു വരും. അത് ലോക്കൽ ബോഡീസിൽ കണ്ടതിലും പൂർവാധികം രീതിയിൽ UDFിലേക്ക് തിരിച്ചു വരും. രണ്ട്, ഇനി പോകാനുള്ള ആരെങ്കിലും തയ്യാറെടുത്ത് നിന്നിരുന്നെങ്കിൽ അങ്ങോട്ട് പോവുകയുമില്ല. അതുകൊണ്ട് ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഒരു വഴിത്തിരിവാണ്. അത് കോൺഗ്രസ്സുകാർ കണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. അത് അവർക്ക് വീണ്ടും ഈ പറയുന്ന ഡീലുകളും വളരെ തെരഞ്ഞെടുപ്പ് വോട്ടുമായി ബന്ധപ്പെട്ട അല്ലാത്ത പ്രചരണങ്ങളിലാണ് ഇവർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീലൊന്ന് പറഞ്ഞതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മാറാൻ പോകുന്നില്ല. ആ ഡീൽ പറഞ്ഞതുകൊണ്ട് കിട്ടേണ്ട മുസ്ലിം വോട്ടുകളെല്ലാം ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അതും സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അറിയാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മുസ്ലിം ധ്രുവീകരണം UDFന് അനുകൂലമായി നിൽക്കുമ്പോൾ
എന്തിന്? ശിവൻകുട്ടിക്ക് പണ്ട് കിട്ടിയിരുന്ന നിയമത്ത് കിട്ടിയിരുന്ന മുസ്ലിം ധ്രുവീകരണം പോലും ഇത്തവണ കുറച്ച് ശബരിനാഥിന് പോയേക്കാം എന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് കേരളത്തിലെ മുസ്ലിം വോട്ടുകളുടെ അവസ്ഥ. അതുകൊണ്ടാണ് SDPIയുടെ പ്രശ്നം ഇത്ര 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 വളരെ പ്രധാനമാവുന്നത്. അതിതീവ്രവാദ എന്താ പറയണ്ടേ, ഒരു ദേശീയ വിരുദ്ധ ഫാസിസ്റ്റ് നാണയത്തിന്റെ മറുപുറം എന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള CPM തന്നെ അവരുടെ വോട്ടുകൾക്ക് അയിത്തമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വല്ലാത്ത, നമ്മൾ ഈ സംസാരിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു നിർണായക മുഹൂർത്തത്തിലാണ് ചെറിയാൻ. അത് നമുക്ക് ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ടുകൾ UDFിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയുടെ തുടക്കം ന്യൂനപക്ഷ മുസ്ലിങ്ങളിൽ മുസ്ലിം ലീഗിന് വിരുദ്ധമായ ഒരു പിണക്കം കൊണ്ട് BJP ജയിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു തീവ്രവാദ മുസ്ലിം കക്ഷി കേരളത്തിന്റെ ശരിക്കും മതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം തന്നതിന് ഞാൻ താങ്കളോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മോഡി താങ്കൾ പറഞ്ഞതുപോലെ സാർ, അത് ഒരു പോയിന്റ് കൂടെ എനിക്ക് താങ്കളുടെ ശ്രദ്ധപ്പെടുത്താറുണ്ട്. കൊള്ളയടിച്ചു കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ UDFും LDFും കൊള്ളയടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം കേരളത്തിന്റെ സർക്കാർ ഫണ്ടുകളുടെ ഭൂരിഭാഗവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ക്ഷേമ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യാനുമാണ് പോകുന്നത് എന്ന് കേരളത്തിലെ ഒരു സാധാരണ ഭാഷയെ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് BJPയുടെ ഒരു ഇത് പറഞ്ഞാൽ കേരളത്തെ അവരത്ര നിസ്സാരം അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ള ഒരു സൂചനയും കൂടെ അല്ലേ? അല്ല, എടുക്കുന്നില്ല എന്നതിൽ കൂടുതൽ അവർ ഇത്തവണ ജയിക്കാനുള്ള സീറ്റുകളിലാണ് ശ്രദ്ധിക്കുന്നത്. താങ്കൾ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. കാരണം താങ്കൾക്ക് ഒരു പക്ഷേ അവിടെ നിന്നുള്ള ഒരു ആംഗിൾ ഓഫ് ഇതിൽ കാണാൻ കഴിയില്ല. ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ഈ കടുങ്കൈ ആരെയാണ് ദുർബലപ്പെടുത്തുന്നത്? BJPയെ മാത്രമല്ല, സാബു ജേക്കബിന്റെ 2020 അവരിനി ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടും അല്ലെങ്കിൽ യക്കോബായക്കാരുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് BJP കണ്ണായ സീറ്റുകൾ കൊടുത്ത 2020 ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയാണ്. അവരോട് എന്തു പറയും നിങ്ങൾ ഇനി? അപ്പൊ ഇത് വളരെ വളരെ നിർണായകമായ നിമിഷമാണ്. തീർച്ചയായും താങ്കളും താങ്കളുടെ അവിടെ ഡൽഹിയിലെ സുഹൃത്തുക്കളോട് പറയുക, ഇത് രാഷ്ട്രീയം കേരളത്തിൽ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ചേണിങ് വളരെ പ്രധാനമാണ്. പിന്നെ ഒരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ ഈ മോഡിയുടെ കാര്യം, മോഡി വരുന്നത് കേരളത്തിലെ അടുക്കളകളിൽ പാചകവാതമില്ലാത്ത സമയത്താണ്. ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുകയാണ്. അതുപോലും തിരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ UDFനും LDFനും കഴിയുന്നില്ല എന്നുള്ള വളരെ ദയനീയമായ ചിത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയം കാഴ്ചവെക്കുന്നത്. കേരളത്തിലെ വീട്ടമ്മമാരും ജോലിയെടുക്കുന്ന സ്ത്രീകളും വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാൻ ഇന്നലെ പല ഭാഗങ്ങളിലും കൊച്ചി, തൃശ്ശൂർ മേഖലയിലെ നിയോജക മണ്ഡലങ്ങളിൽ പോയി. ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുകയാണ്. ചായ ഇല്ലാതെ ഫ്രൂട്ട് ജ്യൂസ് മാത്രം വിൽക്കുന്ന ഹോട്ടലുകൾ. ഇത് രാഷ്ട്രീയ വിഷയമല്ലേ? ഈ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഇസ്രായേലിൻ നെതന്യാഹുവിന്റെ തലേന്ന് പോയി യുദ്ധത്തിന് അനുമതി കൊടുത്തതിന് ശേഷം ഇവിടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ലോകത്ത് ഇല്ലാതാക്കിയ ശേഷം ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഞങ്ങളുടെ അരിയാഹാരത്തെ നിഷേധിച്ചിട്ടാണ് ഇവിടെ വർത്തമാനം പറയാൻ വരുന്നത്. ഒരു മാധ്യമ പ്രവർത്തകനും ചോദിക്കുന്നില്ല, BJP നേതാക്കളോട് ഒരു CPM നേതാവും ചോദിക്കുന്നില്ല, ഒരു സതീശനും ചോദിക്കുന്നില്ല. ദിവസവും പത്രസമ്മേളനം നടത്തുന്ന തിരക്കിലാണ് സ്വരാജും തോമസ് ഐസക്കും മുഖ്യമന്ത്രിയും സതീശനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും. നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? കേരളത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ ഈ RSS BJP സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം ഒരു മധ്യവർഗ സമൂഹത്തെ, കാരണം ഇവിടെ വിറകും ചാണകവും ഒന്നും വെച്ച് വീടുകളിൽ കുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. അവരുടെ ബുദ്ധിമുട്ട്, ചെറുകിട ഹോട്ടൽ, നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. നമ്മുടെ NRIമാരുടെ അനിശ്ചിതത്വം ചെറിയാൻ, പ്ലീസ്, താങ്കൾ ഡൽഹിയിൽ നിൽക്കുകയാണ്. കേരളത്തിലെ NRIയേക്കാൾ ദുബായിലും അബുദാബിയിലും ഉള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വല്ല ചിന്തയുമുണ്ടോ? അവിടെ വെള്ളപ്പൊക്കവും തീയും ഒരുമിച്ചാണ് പല സ്ഥലങ്ങളിലും.
അവർക്ക് എന്താണ് അവരുടെ ഭാവി ഈ യുദ്ധത്തിൽ എന്നറിയില്ല. കേരളത്തിലെ രാഷ്ട്രീയ വരേണ്യവർഗം ഈ രണ്ടു തരത്തിലുള്ള അധികാരത്തിന് വേണ്ടി ഈ ഫാസിസത്തിന്റെ രാഷ്ട്രീയം മറക്കുന്ന ഈ രണ്ടു വർഗം ഈ NRI സമൂഹത്തിനോട് മറുപടി പറയേണ്ടി വരും. 25,000 NRI വോട്ടർമാരാണ് ഉള്ളത്. അവർക്ക് വരാൻ കഴിയുമോ? അവർക്ക് വോട്ട് ചെയ്യാൻ എത്താൻ കഴിയുമെന്നോ പിണറായി വിജയൻ പറയണം, രമേശ് ചെന്നിത്തല പറയണം. നിങ്ങൾക്ക് ഒരുമിച്ച് അതിനെങ്കിലും RSSന്റെ അവരുടെ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? വാവ് തുറക്കുന്നില്ലല്ലോ. ഇവരുടെ ഫാസിസ്റ്റ് വിരുദ്ധത്തെ എനിക്ക് വളരെ വളരെ സംശയാസ്പദമായി തോന്നി. ഇത്ര ഒരു കേരള ജനത ഇത്ര കഷ്ടപ്പെടുന്ന നിമിഷത്തിൽ ഡീലിന്റെയും അതും ഇതുമൊക്കെ പറഞ്ഞ് കൊള്ള ചെയ്തു കേന്ദ്രത്തെ പറ്റി എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി, ഇന്ത്യയെ ഒരു സുഹൃത്തില്ലാതെ ഇന്ത്യക്ക് ആശ്രയമില്ലാത്ത ഒരവസ്ഥയിലാക്കിയ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പുഷ്പാഭിഷേകവും ഒക്കെ നടത്തുമ്പോൾ കേരളത്തിലെ ഇത്ര പാരമ്പര്യമുള്ള പ്രതിപക്ഷം വളരെ വളരെ ദയനീയമാണ്. ഈ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വം.